ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിടെ സുഖമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആണെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മറന്നു പോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്കും ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് വീഡിയോസ് കാണാൻ വളരെ വ്യൂസ് കുറവാണ്. അപ്പോൾ നിങ്ങളിന്ന് ഇങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് ഞാനൊരു ശനിയാഴ്ച ദിവസത്തെ വിശേഷമാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കൂളിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ ഇന്ന് മസാല ദോശ ഉണ്ടാക്കുന്നത് വെച്ച്. അപ്പോൾ ഈ അരിഞ്ഞിട്ടേക്കണം പല വലുപ്പത്തിൽ പല ഇതിലേക്ക് കിടക്കണതുകൊണ്ട് നമുക്ക് എന്താ ഇന്ന് ഇങ്ങനെയൊക്കെ അരിഞ്ഞിട്ടേക്കണേന്ന് തോന്നും. ഇതെൻ്റെ ഐശുമോൾ എനിക്ക് അരിഞ്ഞു തന്നാണ് കേട്ടോ. ഞാൻ വെജിറ്റബിളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അരിഞ്ഞോളാവും. ഞാൻ എന്തിനോ പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് വന്നപ്പോൾ എല്ലാം ഇങ്ങനെ വെട്ടിക്ക് ഇടിച്ച് വെച്ചിട്ടുണ്ട്. അവളുടെ ഇഷ്ടത്തിന് അവർ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അവളുടെ ഒരു സന്തോഷമല്ലേ ഇതിപ്പോൾ. അവളെ കൊണ്ട് എനിക്ക് അരിയിക്കാറൊന്നുമില്ല, എന്നാലും നമുക്ക് അവളുടെ ഇഷ്ടത്തിന് ചെയ്യണമെന്നൊരു തോന്നി അവൾ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളനും ക്യാരറ്റും തക്കാളിയും സവാളയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും എടുത്തില്ല, എല്ലാം അതൊക്കെ തന്നെ എടുത്തത്. പിന്നെ എന്തായാലും അവൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതെന്തായാലും വെന്ത് വരുമ്പോൾ ഉടച്ചടിക്കുകയും വേണം. പിന്നെ ഷേപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ദോശപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് സാധാരണ മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കണം. ഞായറാഴ്ച എന്താണെങ്കിലും ആരും പെട്ടെന്ന് രാവിലെ അതിന് കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ അവധി ദിവസങ്ങളിൽ കഴിക്കും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നൗഫിന് അത്ര താല്പര്യമില്ല, എന്നാലും കഴിക്കും കേട്ടോ. മസാല ദോശ ഇഡ്ഡലിയൊന്നും നൗഫിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം പിന്നെ എന്താ ഉള്ളി സവാളയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്തിനാണ് എന്ന് നിങ്ങൾക്ക് നോക്കണ്ട. ഇത് നമ്മുടെ ബീഫ് കറി വെക്കാനാണ്. ഞാൻ പറഞ്ഞില്ലേ നൗഫിന് അത്ര താല്പര്യമില്ല മസാല ദോശയൊന്നും. അപ്പോൾ നൗഫ് പറഞ്ഞ് ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ആ ബീഫും അപ്പോ എന്തെങ്കിലും ബ്രെഡ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് കഴിക്കാം എന്നും കരുതി അപ്പം തന്നെ ബീഫ് വെക്കുവാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ മസാല ദോശയുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ആവശ്യ സമയം ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ദോശ വിട്ടെടുത്താൽ മതിയല്ലോ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബീഫും കൂടി ഒന്ന് വേഗം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ വേഗം ചെയ്യാമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ ഉള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം വേഗം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് മിക്സിയിട്ട് അരച്ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ മിക്സിയിട്ടൊന്നും അരച്ചെടുക്കണില്ല, കാരണം എനിക്ക് മിക്സിയിട്ട് അടിച്ചെടുക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ എളുപ്പപ്പണിയല്ലേ എന്ന് ഓർത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. മിക്സിയിട്ടൊക്കെ മൊത്തത്തിൽ ഒരു പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ കത്തിയിലൊരു ഉള്ളി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടോന്നറിയില്ല, ഞാനൊരു കണ്ണരി അതിക്കാൻ വേണ്ടി അതിനൊക്കെ ഉള്ളിയൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോഴെന്ന് പറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒന്നും ഞാൻ ചതക്കുന്നില്ല, എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. എന്നാലും ഏറ്റവും വേവുള്ളതാണ് ബീഫ്. അത് സിമ്പിളായിട്ട് വെന്ത് വരുമെങ്കിൽ പിന്നെ ഉള്ളി സവാളയൊക്കെ വേകാനാണോ സമയം വേണ്ടത്, അതതിൻ്റെ കൂടെ നന്നായിട്ട് വെന്ത് നല്ല ഫൈനായിട്ട് വരും. അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് വന്നതിൻ്റെ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് എല്ലാവരും കുറേശ്ശെ അരിഞ്ഞെടുക്കാം. പറഞ്ഞിട്ട് എത്തുന്നില്ല, വോയിസ് ഓവർ കൊടുത്തിട്ട് അതിനിടക്കിടക്ക് നിന്ന് പോണത് സംസാരം. സൗണ്ട് ഇങ്ങനെ എന്തോ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നണം. അതുകൊണ്ടാണ് കേട്ടോ, സോറി. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി. എനിക്കത് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്, ഇടക്കിടക്ക് നിന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇനി കുറച്ചൊക്കെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിപ്പോൾ നിങ്ങളെ മുഴുവത്തോടെ അരിഞ്ഞ് കാണിച്ച് ബോറടിപ്പിക്കണമൊന്നുമില്ല. എന്നിരുന്നാലും കുറച്ച് നിങ്ങൾക്ക് അരിഞ്ഞ് കാണിക്കാമെന്ന് കരുതി. പക്ഷെ ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് എൻ്റെ കൈയും കൂടി കാണുന്ന രീതിയിലാണ് മൊത്തം. പക്ഷേ സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും സെറ്റായിട്ടുള്ളൂ. അങ്ങനെ ഇനി ബീഫിൻ്റെ ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ. ചിലർ എൻ്റെ വീഡിയോസ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, വീഡിയോസ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന അനുഭവമാണ്. കാരണം ഞാൻ വീഡിയോ ഇട്ട് കുറച്ച് സമയത്തേക്കും പെട്ടെന്ന് എനിക്ക് കമൻറ്റ് വന്നായിരുന്നു, ലൈക്കും വന്നായിരുന്നു, പക്ഷെ വ്യൂസ് വരുന്നില്ല.
കമൻറ്റും അതിൻ്റെ അകത്ത് ഓൾറെഡി കമൻറ്റ് ബോക്സിൽ കമൻറ്റും വന്നിട്ടുണ്ട്. ഒരു 3-4 പേരങ്ങനെ. നമുക്ക് ആദ്യത്തെ വ്യൂസ് എന്തായാലും മനസ്സിലാവുമല്ലോ. ആദ്യം നമുക്ക് വരുന്നത് 2-3 പേര് കമൻറ്റും ലൈക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കമൻറ്റ് കൊണ്ട് ലൈക്കും ഉണ്ട്. പക്ഷേ അത് നമുക്ക് വ്യൂസ് വരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാകണത് നമ്മുടെ വീഡിയോസ് ഓപ്പൺ ആക്കുന്നുണ്ട് അവർ. പക്ഷേ അവർ കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും വേണ്ടി മാത്രം നമുക്ക് നമ്മുടെ വീഡിയോസ് ഓപ്പൺ ആക്കിയിട്ട് അവർ പോവുകയാണ് ചെയ്യണത് മിക്കവരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും ഇപ്പം നമുക്ക് കമൻറ്റ് ഇടുന്നവരും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവരും നമ്മൾ ഒരേ ലക്ഷ്യത്തിലൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്കിതൊന്ന് സക്സസ്ഫുള്ളാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസ് നമുക്കറിയാമല്ലോ, നമ്മൾ എന്തായാലും ഇട്ട് അതിൻ്റെ അകത്ത് ഒരു 5 മിനിറ്റെങ്കിലും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വീഡിയോ എങ്കിൽ 2 മിനിറ്റെങ്കിലും അതിനകത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമാകുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത്. ഒരു വീഡിയോസിൽ കുറച്ച് ഭാഗമെങ്കിലും ഒന്ന് കണ്ടിട്ട് കമൻ്റ് ഇടുക. അല്ലാതെ ഇട്ട് നമ്മുടെ വീഡിയോസിൻ്റെ റീച്ച് ആരും പരസ്പരം നശിപ്പിക്കരുത്. അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ അതാ ഇനി എന്ന് വെച്ചാൽ ഇത് ഉപ്പ് പറഞ്ഞാണ്. ഉപ്പ് ഞാൻ കല്ലുപ്പാണ് വാങ്ങിക്കണത്. കല്ലുപ്പ് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. കല്ലുപ്പ് മേടിച്ച് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് വലിയ കുപ്പിയിൽ, ഈ ചെറിയ കുപ്പിയിൽ എന്തായാലും കൊള്ളില്ല. അപ്പോൾ ഈ വലിയ കുപ്പിയിൽ എന്തായാലും പൊടിച്ച് വെച്ചേക്കും. പിന്നെ ഈ ചെറിയ കുപ്പിയിലാക്കി വെക്കും. അപ്പോൾ എന്തിനാണ് ഈ 2 കുപ്പിയിലാക്കണേന്ന് ഓർക്കണം. പക്ഷേ ഈ ചെറിയ കുപ്പിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റും. ഈ വലിയ ഭരണിയിൽ ഇട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഉപ്പ് പെട്ടെന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വല്ല താഴത്തേക്ക് വീണ് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ഭരണിയിലേക്ക് എടുത്ത് വെച്ചത്. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ഉപ്പൊന്നും ഇട്ട് വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ മുമ്പ് ഇട്ടടിച്ചത് പ്ലാസ്റ്റിക് കുപ്പിയിലായിരുന്നു. പക്ഷെ പിന്നെ അത് മാറ്റിയതാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ ഭരണിയിലാവുമ്പോൾ ഒരു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്, എന്നാലൊരു എന്തോ ഒരു സന്തോഷം കൊണ്ടിട്ട് അതിനകത്ത് ഇങ്ങനത്തെ കുപ്പികളിലും ഭരണിയിലൊക്കെ എനിക്ക് ഇട്ട് വെക്കണത് പക്ഷേ ഇഷ്ടം. പക്ഷേ അതുപോലെ നമുക്ക് ഇട്ട് വെക്കൽ നടക്കുന്ന കാര്യമല്ല. എല്ലാത്തിനും നമുക്ക് അതുപോലെ ഭരണിയും ഭംഗിയുള്ള ഭരണിയും ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്കതുപോലെ ചിലവുകളുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതുപോലെ എല്ലാത്തിനും ഇങ്ങനെ കുപ്പികളൊന്നും വാങ്ങിച്ചിട്ടില്ല നടക്കില്ല. അപ്പോൾ പറ്റുന്ന ഇതുപോലെയൊക്കെ സാധനങ്ങളൊക്കെ ഒരു ഭംഗിയുള്ള കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഇനിയുള്ളത് കുറച്ച് ബാക്കിയുള്ള മസാലകളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, എല്ലായിട്ട് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി സവാളയൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നല്ല ബീഫ് കറിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എന്താ വേണ്ടതെന്ന് അറിയാമോ? ബീഫ് കറി ഏറ്റവും നന്നായി ടേസ്റ്റിയായി വരാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബീഫിന് നല്ല നെയ്യ് വേണം. ആ നെല്ലെന്ന് വെച്ചാൽ ഒരുപാട് നെയ്യല്ല, അത്യാവശ്യത്തിനുള്ള നെയ്യ് വേണം. അതുപോലെ തന്നെ എല്ല് വേണം, കുറച്ച് കരൾ വേണം, കുറച്ച് ബാക്കി ബീഫും വേണം. ഒരുപാട് നെയ്യൊന്നും അല്ല കേട്ടോ, കുറച്ച്. അത്തരം കുറച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇറച്ചിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റും മണവും രുചിയൊക്കെ ഉണ്ടാവുള്ളൂ. ബീഫ് മാത്രം നെല്ലും നെയ്യൊന്നും ഇല്ലാണ്ട് ബീഫ് മാത്രം മേടിച്ച് വെക്കുമ്പോൾ അതിന് അത്ര ടേസ്റ്റ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നെയ്യും എല്ലും കൂടിയൊക്കെയുള്ള ബീഫിന് നമുക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. നല്ല രസവുമാണ് കഴിക്കാനും, നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. ബീഫിനൊരു മെയിൻ പ്രശ്നം എന്താണെന്നറിയാവോ? ചില ബീഫ് വേഗം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെയൊക്കെ വാങ്ങിക്കുന്ന ബീഫിനാണ് പെട്ടെന്നൊന്നും വേഗില്ല കേട്ടോ. ഇവിടെ ഞൗഫിനൊക്കെയാണ് വെന്തിങ്ങനെ ഉടഞ്ഞിരിക്കണം ബീഫ് കറിയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഉടയാറില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോസിൽ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നല്ല ബീഫ് ഉടയും എന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഉലുവ ഒന്നും എടുത്തില്ല കേട്ടോ, ഒരു ഇച്ചിരി ഉലുവ ഇട്ടൊടിഞ്ഞ് ഉലുവ കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കുളമായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകൂലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ എടുത്തിട്ട് നോക്കിയിട്ടുണ്ട്. ഇത് ട്രൈ ആണ്. ഇത് എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾക്കും കൂടി പരീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കാണിച്ചത്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഉലുവാക്കിയിട്ട് നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? മല്ലിച്ചീരയും പുതിനയിലൊന്നും ഇട്ടിട്ടില്ല, വേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ അതാ ഇവിടെ ഞാൻ കുറച്ച് ഇത് മല്ലിച്ചീരയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാമായിരിക്കും. ഇത് പുതിനയില. ഇപ്പോൾ പുതിനയിലൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം. 2 കൂമ്പ് ഒടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ എടുക്കണില്ല ഇതിൽ നിന്നാണ്. ഞാൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൽ കുറവാണ്. അപ്പോൾ ഈ മല്ലിച്ചപ്പിൽ നിന്ന് ഒരു ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വേപ്പിലയാണ്. വേപ്പിലയും പുറത്ത് പോയി മുറ്റത്ത് ഇപ്പുണ്ട്. ഞാൻ ഈ വേപ്പിലയിൽ നിന്ന് അങ്ങനെ വേപ്പില എടുക്കാറൊന്നുമില്ല കേട്ടോ.
കാരണം ഇത് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഒരുപാടൊന്നും ഇങ്ങനെ ഒടിച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് അത് മുരടിച്ച് പോകും. പക്ഷേ ഈ പ്രാവശ്യം വെട്ടിക്കഴിഞ്ഞിട്ടൊന്നും നന്നായിട്ട് പിടിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. പുതിയ പുതിയ കൂമ്പ് വരാൻ ഭയങ്കര താമസമാണ്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഇത് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, പുറത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണില്ല. അപ്പോൾ ഇതാ ഇല എടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ആയിട്ടുള്ളൂ. ശരിക്കും പിടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇല എടുക്കാം. അപ്പോൾ ഇതാ ഇനി ഇതും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം പുറത്ത് അതിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മണ്ണുണ്ട്. അപ്പോൾ മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇറച്ചിക്ക് മണ്ണൊക്കെ കടിക്കും. പിന്നെ നമുക്ക് അത് തന്നെയായിരിക്കും പരാതി വരുന്നത്. അപ്പോൾ നല്ലപോലെ മണ്ണൊക്കെ കളഞ്ഞ് ഇലയൊക്കെ നന്നായിട്ട് കഴുകി. വിഷാംശമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വേറെ പഠിക്കണ്ട. നമ്മൾ മണ്ണൊന്ന് കളഞ്ഞെടുത്താൽ മതി. മണ്ണും ചെളിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അങ്ങനെ ഇതാ എല്ലാം നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. സാധാരണ ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ വാട്ടി വെക്കാറുണ്ട്. ഉള്ളിയും സവാളയൊക്കെ വാട്ടി വെക്കാറുണ്ട്. ഇപ്പം ഞാൻ പച്ചക്ക് ഇങ്ങോട്ട് കുഴച്ചെടുത്താണ്. അപ്പോൾ നിങ്ങൾ ഇതെന്താണ് ബീഫ് കറി ഇങ്ങനെയൊക്കെയാണ് വെക്കണമെന്ന് ഓർക്കണ്ട. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെറുതെ പച്ചക്ക് തിരുമ്മി എടുക്കുന്ന ബീഫ് കറിയും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ ഒരു വ്യത്യാസമോ ഒന്നിൻ്റെ ഒരു രുചിക്കുറവോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ബീഫിന് എന്താണെങ്കിലും നെയ്യും എല്ലും മസ്റ്റാണ്. അതും കൂടി ഉണ്ടെങ്കിലേ ബീഫിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഉള്ളി സവാള വാട്ടി വെച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നില്ല കേട്ടോ. ഇങ്ങനെ പച്ചക്കും തിരുമ്മിക്കൂട്ടി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റ്. അങ്ങ് ഞാൻ ഉലുവാൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഉലുവ നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് അടച്ചു വെച്ചിട്ട് സാധാരണ വിസിൽ വന്ന പോലെ തന്നെ ഒരു 8-10 വിസിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഇനിയുള്ളത് നോക്കിയേ, ഞാൻ ദോശപ്പൊടിക്കും അപ്പപ്പൊടിക്കും സെപ്പറേറ്റ് എപ്പോഴും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അപ്പപ്പൊടി, ചരുവത്തിരിക്കുന്ന ദോശപ്പൊടി. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പം ചൂടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് എടുത്തു വെച്ചത്. ദോശയും ചൂടാം. അപ്പോൾ ഇനിയുള്ള ചമ്മന്തി ഉണ്ടാക്കണം. ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് ചമ്മന്തി അരച്ചിട്ടില്ല. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ചിരണ്ടാലുള്ളത് മടിക്കാനായിട്ട് കൊത്തിയെടുക്കുന്നത് ഭയങ്കര മടിച്ചാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വേഗം ചെയ്ത് തീർക്കുക എന്നുള്ള ഒരൊറ്റ ചിരവുള്ളൂ കേട്ടോ. അങ്ങനെ എത്രയും ഏത് രീതിയിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കുക, അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഐഷുമോൾ എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ട്. ആൾ എന്തൊക്കെയോ പേപ്പറൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഫ്രിഡ്ജ് ഒന്ന് ഉടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ കൈയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. പെട്ടെന്നെങ്ങാനും നമ്മുടെ കത്തി അങ്ങനെ കയ്യിലേക്ക് തെന്നി കയറി കഴിഞ്ഞാൽ അത് മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ വേഗം നമുക്കൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് കിട്ടുവേ. പിന്നെ ഇതാ ഒരു ജാർ എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. ചതച്ചതേ ഇതുപോലെ നമുക്ക് തേങ്ങ നന്നായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട്, പിന്നെ ഞാൻ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു പുളിയും കൂടി ഇട്ട് കൊടുത്ത് ചമ്മന്തി കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും ഇതായിട്ട് എടുക്കുക. താളിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ താളിക്കണമെന്നുകൊണ്ടൊന്നും പിള്ളേർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ, ചമ്മന്തി, പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. പിന്നെന്താ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശ ചുടാം. ദോശ ഇടാൻ വേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഈ പാത്രത്തിലേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഫുള്ളായിട്ടുള്ളതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല. ഇത്രയും ഒരു കുറച്ച് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പും ഞാൻ സോഡാപ്പൊടി ഇടാതെയാണ് എടുത്ത് ഞാൻ അരച്ച് ഫ്രിഡ്ജ് വെച്ചേക്കും. അപ്പോൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രമേ ഉപ്പ് സോഡാപ്പൊടി ഇടാറുള്ളൂ. അപ്പോൾ ഇനി എന്താ ഇതുപോലെ ഞാൻ വലിയൊരു നമ്മുടെ പത്തിരിച്ചട്ടി എന്ന് പറയൂലേ, പത്തിരിച്ചട്ടിയും അല്ലെങ്കിൽ ഇടിയപ്പ ചട്ടിയൊക്കെ വലിയ ചട്ടിയില്ലേ, സ്ക്വയറിൻ്റെ സ്ക്വയറും ഉള്ള അതിനാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതെടുത്തേക്കണം വലിയ ഫ്രൈ പാനാണ്. ഇത് മതി എന്ന് ഓർത്തിട്ട് ഇതെടുത്താണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വട്ടം തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി പൊടി ആദ്യം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. അത് കാരണം ഇച്ചിരി സൈഡൊക്കെ കട്ടിയായിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് മുരുമുരായിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് ക്രിസ്പി ആയിട്ടിരിക്കണം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അൽഫിമോക്കൊക്കെ. അപ്പോൾ അത് അൽഫിമോക്ക് ദോശ കൊടുക്കാം. അങ്ങനെ എന്താ ആദ്യത്തെ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയും ഇതുപോലെ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുക.
ദോശമാവ് ഒഴിക്കുക. രണ്ടാമത് ഇച്ചിരി ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഐഷുമോൾക്കാണ് ഒരുപാട് ദോശ, വലിയ ദോശയെ കൊണ്ട് തന്നെ അവൾ എന്നെ ഓടിക്കും. അവൾ തിന്നൂല. അപ്പോൾ അവൾക്ക് ഇത്തിരി ചെറിയ ദോശയായിട്ട് പരത്തി ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐഷുമോൾക്കും കൂടി സൈഡിച്ചിരി ഒഴിച്ചപ്പോൾ ബോറായിപ്പോയി. കാണാനുള്ള ലുക്കിലല്ലോ കാര്യം. അടുക്കള അങ്ങനെ ദോശ ചിക്കനും എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ അടുക്കളയിലിരുന്നു വലിയൊരു യുദ്ധം ചെയ്യണം. അടുക്കള മൊത്തം മിസ്സായിട്ടുണ്ട്. ഇനി പാത്രമൊക്കെ കഴുകി തട്ടൊക്കെ തുടച്ച് ക്ലീനാക്കി എടുക്കണം. ബീഫിൻ്റെ കാര്യം, ബീഫ് ഇതാ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഉലുവ ചേർത്ത് കുറവായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഉലുവാൻ ചേർത്തതിൻ്റെ പ്രത്യേകിച്ച് ചൊവ്വേടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരുപാട് വിസിലടിക്കേണ്ടി വന്നു. പക്ഷെ അത് ഉലുവായിട്ട് കൊണ്ട് വെന്താണോ എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെ ബീഫ് കറി നല്ല സൂപ്പർ ബീഫ് കറിയായിരുന്നു. പിന്നെ കുറേ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നേരം വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ കളിക്കണൊക്കെ ഉണ്ട് അങ്ങനെ നിന്നാണ്. അപ്പോൾ ഐഷുമോൾക്കാണെങ്കിൽ കാല് പോലും എത്താത്ത വലിയ സൈക്കിളിൽ കയറിയിരിക്കുവാണ്. അത് അവൾക്ക് കാലെത്തണില്ല. അതിനാണ് ഈ അവിടെ ഒരു ബോക്സ് ഇട്ടിട്ടില്ലേ, ആ ബോക്സിൻ്റെ പുറത്ത് കയറിയിട്ട് സൈക്കിളിൻ്റെ പുറത്ത് കയറിയിട്ട് സൈക്കിൾ ഓട്ടാൻ നോക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ അവളെന്നെ നോക്കി വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവളെന്നെ നോക്കി ചിരിക്കണമെന്ന് കാണാം. അപ്പോൾ അതങ്ങനെ മുറ്റത്ത് പിള്ളേരൊക്കെ വന്ന് അപ്പുറത്ത് വീട്ടിലേക്ക് പിള്ളേരുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ വലിയ സൈക്കിളാണ്. അപ്പോൾ അങ്ങനെ വലിയ സൈക്കിള് കാലെത്താത്ത കൊണ്ടുള്ളൊരു ഇതാണ്. ഫിദാമോളിത് ആദ്യമോനെ ഫ്രണ്ട് ഇരുത്തി അവളും സൈക്കിൾ ഓട്ടുണ്ട്. അവളെ കുഴപ്പമില്ല, അവർ വീഴ്ത്തിയൊന്നുമില്ല കേട്ടോ, കൊണ്ടു നടന്നോളും. അപ്പോൾ അതാ ഐഷുമോളും അങ്ങനെ വലിയ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. അവൾക്ക് സൈക്കിളൊക്കെ നല്ല എക്സ്പീരിയൻസ് ചവിട്ടാൻ അറിയാം. അത് കാലെത്താത്ത കൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ദേ ഫാദുമോൻ കാണിക്കുന്ന കണ്ട് ബോക്സിൽ കയറിയിട്ട് ദേ ഇതിലൊരു സംഭവം കൊടുത്തിട്ടുണ്ട് തൂങ്ങാൻ വേണ്ടി. ആ തൂങ്ങിക്കിടക്കണ കാണിച്ചു കേട്ടതേ, കാലൊന്നും മുട്ടിക്കാതെ നല്ല പോലെയൊക്കെ തൂങ്ങിക്കിടക്കും. എല്ലാവരും തൂങ്ങും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫിദായും ഐഷും പിയായും എല്ലാവരും ഇതിൻ്റെ അകത്ത് തൂങ്ങാറുണ്ട്. ദേ രാവിലെ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അലക്കായിപ്പോൾ നൗഫ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നൗഫ് ചിലപ്പോൾ നൗഫ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്, അലക്കിയിട്ട് വിരിച്ച് തരും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സമാധാനം കിട്ടും. നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കാനും പറ്റും. നമുക്കൊരാളങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതേ വെയിലിൻ്റെ വെട്ടം കാരണം ഇവരെ കാണാൻ പറ്റുന്നില്ല. അതും ടാറ്റായിരുന്നുണ്ട്. ഈ വോയിസ് ഓവർ എടുക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഇടയ്ക്കിടെ മെസ്സേജ് വരുന്നതാണ്, വാട്സപ്പിലുമൊക്കെ മെസ്സേജ് വരുന്നതിൻ്റെ ഇടയ്ക്ക് സൗണ്ട് വരുന്നതാണ് കേട്ടോ, സോറി. അപ്പോൾ പിന്നെതാ ഈ പിള്ളേർ പുറത്തുനിന്ന് കളിക്കുവാണെങ്കിൽ നമുക്ക് അടുക്കളയിലേക്ക് ചെല്ലണം. ഇവിടെ വെട്ടം കാരണം ഇവരുടെ മുഖമൊന്നും ക്ലിയർ ആവണില്ല. അടുക്കളയിൽ ഞാനിതാ ഇതുകൊണ്ടോ വലിയൊരു അബദ്ധം പറ്റി. പച്ചരിയാണിത്. പച്ചരി നമുക്ക് അപ്പത്തിനൊക്കെ എടുക്കണ പച്ചരിയില്ലേ, അത് ഈ പാട്ടയിലേക്ക് ഇടാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് മൊത്തം കൂടി താഴെയാണ് കൊട്ടിപ്പോയി. താഴയിലും വീണ് തട്ടയിലും വീണ് ആകെ നാശകോശമായി. ഇനിയിപ്പോൾ ഇത് അടിച്ചു വാരി എടുക്കണം. നമുക്ക് ഇത് തട്ടയിലുള്ളത് നമുക്ക് എന്തായാലും കുപ്പിയിലേക്ക് തന്നെ ഇടാം. പക്ഷെ താഴത്ത് വീണ് അടിച്ചൊക്കെ എടുക്കുമ്പോൾ മണ്ണും ചവറൊക്കെ ഉണ്ടാവും. ഇന്ന് റേമ്പര അടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കളയണ്ട. നമുക്ക് കോഴി ഉണ്ടല്ലോ, അപ്പോൾ കോഴികൾക്ക് കൊടുക്കാം. പിന്നെ അത് കോഴിക്ക് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതേ കുപ്പിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ബാക്കി കോഴിക്കും കൊടുക്കാം. അങ്ങനെ അടുക്കളയിൽ കംപ്ലീറ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കള നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടിച്ചു വാരിയും അതുപോലെ തന്നെ പാത്രം കഴുകിയും തട്ടൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. നിങ്ങളൊരു സൂത്രം ഞാൻ കാണിച്ചു തരാവേ. എന്താ വെച്ചാൽ ലൈറ്റ് ഇട്ടോ, ലൈറ്റ് ഇട്ടതാണ്. ഈ ബൗൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ താഴ്ത്തുവിന് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ബൗളിനകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ മണി പ്ലാന്റ് ആണുള്ളത്. ഈ സീസി പ്ലാന്റ് കണ്ടോ, ഈ സീസി പ്ലാന്റിൻ്റെ ഇലകൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലകൾ മുളപ്പിച്ച് നമുക്ക് സീസി പ്ലാന്റ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ 5-6 ഇല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കറക്റ്റ് ഈ ഇല കണ്ടാവും, നല്ലപോലെ വേര് വന്നിട്ടുണ്ട്. എന്താണ് 3-4 വേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇലക്കും വേര് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള 2 ഇലക്ക് വേരൊന്നും വന്നിട്ടില്ല. ഈ 2 ഇലക്കും വേരൊന്നും വന്നിട്ടില്ല. 2 ഇലക്ക് വേര് വന്നിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇങ്ങനെ ഈ 2 എണ്ണത്തിനാണ് നമുക്ക് കറക്റ്റ് വേരൊക്കെ വന്നിരിക്കണം. പക്ഷെ അതിന് കിഴങ്ങൊന്നും ഉണ്ടായി വന്നതേ ഉള്ളൂ.
ബാക്കി തന്നെയാണ് ഞാൻ 6 ഇല വെച്ചിട്ടുണ്ടായിരുന്നു, 6 ഇലയും തണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ഇല ചീഞ്ഞു പോയി. കണ്ടത് അതിൽ വെള്ളത്തിലേക്ക് വീണ് കിടന്ന് ചീഞ്ഞു പോയി. വെള്ളം മൊത്തത്തിലേക്ക് വെള്ളം മുട്ടിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. കണ്ട 2 എണ്ണം ചീഞ്ഞു പോയി, 2 എണ്ണം മുള വന്നു, 2 എണ്ണം മുള വന്നിട്ടില്ല. അപ്പം ഇനിയുള്ളത് ഒരു തണ്ടും കൂടി അതിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തണ്ട് പ്രത്യേകിച്ചൊന്നും വന്നില്ല. എന്തെങ്കിലും വേര് വരുമോ എന്ന് പരീക്ഷണത്തിനാണ് വെച്ചത്. അപ്പം ഇനി ഈ ഇല നമുക്ക് എത്രത്തോളം വലുതാകും അതിൻ്റെ ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വേര് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഈ പ്ലാന്റ് എൻ്റെ കൂടെ ഉണ്ട്. ഇത് മദർ പ്ലാന്റ് എൻ്റെ കൂടെ ഒരുപാട് വർഷമായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ഇത് പരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി ഇത് വളർത്തി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഈ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് കംപ്ലീറ്റ് മുട്ടിക്കുന്നില്ല, കുറച്ച് അതിൻ്റെ തണ്ട് ഭാഗം മാത്രം മുട്ടിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി പിന്നെ മൊത്തം മുട്ടിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചീഞ്ഞു പോവാതെയൊക്കെ നോക്കിയെടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഇരുന്നോട്ടെ. നല്ല ഭംഗിയില്ലേ, എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ കുപ്പിയിലാക്കിയേക്കും വെള്ളം ഒഴിച്ചൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനകത്ത് കൊതുക് മുട്ടയിടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ക്ലീൻ ആക്കി കൊടുത്തേക്കാം. ഇതാണ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇല കാണാനും. നല്ല രസമല്ലേ, ക്യൂട്ട്, നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതാ ഇനി ഇതിൻ്റെ ഇതിൻ്റെ നിന്നാണ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് വർഷമായി പ്ലാന്റിൻ്റെ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ അകത്ത് വെച്ചപ്പോൾ ഒരുപാട് കൂമ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പുറത്തേക്ക് വെച്ച് ഇവിടെ വെയിൽ കൊണ്ടപ്പോഴായിട്ട് അത്യാവശ്യം വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലല്ല, ചെറിയൊരു വെയിൽ. പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ്. ഇതും ഇന്ത്യയിൽ നിന്ന് ഒരു 10 വർഷത്തിന് മേലായി ആ പ്ലാന്റിൽ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളൊക്കെ കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. എന്നിട്ട് അവിടെ കിടന്നും കിളുത്തിട്ട് പിന്നെയും 2-3 വട്ടം ഉപേക്ഷിച്ച് കളഞ്ഞ സാധനമാണ്. എന്നിട്ടും അത് കിളുത്തു വന്നു. അപ്പോൾ ഇവിടെ 2 പേര് കുളത്തിൽ അന്തസ്സായിട്ട് കുളിക്കുന്നുണ്ട്. അപ്പോൾ ആരാന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുളം കാണുമ്പോൾ നമുക്ക് പച്ചക്കടൊക്കെ പിടിച്ച് കൊള്ളൂലാത്ത വെള്ളമാണെന്നൊക്കെ തോന്നും. പക്ഷേ നല്ല വെള്ളം തന്നെയാണ്. ആ മേളിലുള്ള പച്ചപ്പാടം മാത്രമേ ഉള്ളൂ. നല്ല വെള്ളമാണ്, ഒരു കുഴപ്പമില്ല. വെള്ളത്തിന് നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ക്ലീനാക്കി ഇട്ടേക്കണതുകൊണ്ട് തന്നെ ഒരു മേളിലുള്ളൊരു പാടം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഫിദാമോളും ഐഷുമോളും കുളത്തിൽ കുളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആദൂനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആദൂനെ ഇങ്ങനെ അവിടെ ഒരുപാട് ആഴമൊന്നുമില്ല, അവർക്കിത് നിൽക്കാൻ പറ്റിയ ആഴമുള്ളൂ. അതുമോനും ഇതുപോലെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മുക്കുണ്ട്. അപ്പോൾ ഞാനിവിടെ കയറി നിൽക്കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിടിച്ച് അവനെ സ്വന്തമായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കണമെന്നില്ല. അവൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐഷുമോള് ഇതിൻ്റെ അകത്ത് ഊഞ്ഞാലാടിയാണ് കേട്ടോ. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ 2 പേർക്കും നന്നായിട്ട് നീന്തലറിയാം, നന്നായിട്ട് നീന്താൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഐഷുമോളൊക്കെ ആണെങ്കിലും ഒരു 1.5 വയസ്സ് മുതലൊക്കെ ഇതുപോലെ കുളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയതാണ്. ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഐഷു നന്നായിട്ട് നീന്താൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫിദായും ഒക്കെ എല്ലാവരും നീന്താൻ പഠിച്ചു. ഇവിടെയുള്ള എല്ലാവരും നീന്താൻ പഠിച്ചിട്ടുണ്ട്. പിള്ളേരെല്ലാവരും പരിസരത്തുള്ള കുട്ടികളും ഒക്കെ ഇവിടെ കുളിക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ. തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ കുളിക്കാൻ വരാറുണ്ട്. എല്ലാവരും ഈ കുളം കാരണം എല്ലാവരും നീന്തൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ. കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങാൻ ഇഷ്ടമാണ്, അലക്കാനൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കുറേ നേരം കിടക്കും. പക്ഷേ നീന്തുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കെന്തോ ഭയങ്കര പേടിയാണ് നീന്താൻ. ഞാൻ 2-3 വട്ടമൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. ഇനിയിപ്പോൾ 2 പേരും കൂടി സർക്കസ് കാണിക്കാൻ പോകണം. അപ്പോൾ ഇതിപ്പോൾ അവർ വെള്ളത്തിലേക്ക് വീണാലും യാതൊരു പ്രോബ്ലവും ഇല്ല. കാരണം അവർക്ക് നന്നായിട്ട് നീന്തൽ അറിയാവുന്നതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ പേടിയാവും, കുട്ടികളല്ലേ പേടിക്കും. പക്ഷെ പേടിക്കൊന്നും വേണ്ട, അവരിത് എപ്പോഴും ചെയ്യണ കാര്യമാണ്. പക്ഷെ ഒരു കുഴപ്പവും ഇല്ല. ഒരു കയറിൽ ഇരുന്നിട്ടാണ് ചെയ്യണത്. അതിനകത്തുനിന്ന് വീഴത്തൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പിടിച്ച് നല്ല സ്ട്രോങ് കയറുമാണ്, പൊട്ടിപ്പോകത്തുമില്ല. പിന്നെ അതിന് താടിയെന്നും പറഞ്ഞ് യാതൊരു പ്രോബ്ലവും ഇല്ല. അവർക്ക് നന്നായിട്ട് നീന്തൽ അറിയാവുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. നീന്തൽ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നമ്മൾ കുളത്തിൽ ഇറക്കൂല കേട്ടോ. നീന്തൽ അറിയാത്തവരെ നമ്മൾ കുളത്തിൽ ഇറക്കിയിട്ട് എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാത്തവരെ കുളത്തിൽ ഇറക്കാറില്ല. പിന്നെ ഫുള്ള് വെള്ളം ഉള്ളപ്പോഴത്തേക്കാണെങ്കിലും ഇതിൻ്റെ പൊക്കത്തു നിന്നൊക്കെ ചാടും. അപ്പോൾ ലൈൻ കമ്പിയിലൊക്കെ ഒരു ദിവസം പോയി മുട്ടിയായിരുന്നു കേട്ടോ. അത് ആ വീടിനില്ലേ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ടെറസിൻ്റെ പൊക്കത്ത് പോയിട്ട് ചാടി. പക്ഷെ അത് നമ്മൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഇവരല്ലായിരുന്നില്ല. ഇപ്പോൾ ചാടിയപ്പോൾ ഐശ്വര്യം ഫിദായൊന്നുമല്ല, ചാടിയപ്പോഴത്തേക്കും അത് ലൈൻ കമ്പിയിൽ മുട്ടേണ്ടതായിരുന്നു. മുട്ടിയില്ല എന്നായിപ്പോയി. അങ്ങനെ പിന്നെ ഒരു വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ചാടാറില്ല.
ഇതാ ഇതുപോലെ ഐഷുവിന് അത്യാവശ്യം നീന്തും കരിച്ചാരിഞ്ഞും ഒക്കെ അറിയാം. അവർ ഫുള്ള് നീന്തും. ഈ കരയിൽ നിന്ന് അങ്ങേ കര വരെ നല്ല ഫുള്ളായിട്ട് നീന്തും. അപ്പോൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ദേ നീന്തി കാണിച്ചു തരാം ഇതും പറഞ്ഞ് നീന്തി കാണിക്കലാണ്. ഞാൻ പറഞ്ഞാൽ ഫുള്ളായിട്ട് നീന്തിരിയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നീന്തി പാമ്പിനൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് കാരണം പേടിച്ചിട്ട് നടക്കൂടെ, അപ്പുറത്തേക്ക് പോകില്ല. ഇത് ഏകദേശം സെൻറ്റർ വരെ പോയിട്ട് തിരിച്ചു പോരും. കാരണം ഫുള്ളായിട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചില ഉമ്മി അപ്പുറം സൈഡിൽ ഞങ്ങൾ ഒരു നീർക്കോലി, പാമ്പെന്ന് പറഞ്ഞാൽ നീർക്കോലിയാണ് കേട്ടോ, വേറെ പാമ്പൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ നീർക്കോലിനെ കണ്ട കാരണം പുള്ളിക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ട് ദൂരേക്ക് ഫുള്ള് പോകാൻ പേടി. അപ്പോൾ ഈ കരയിൽ നിന്ന് മാത്രമേ ഇപ്പോൾ കുളിക്കണുള്ളൂ. അപ്പോൾ ഇതാ മുങ്ങാൻ കഴിയിട്ടും ഒക്കെ നീന്തി കളിച്ചോളും. പിന്നെ എന്ന് വെച്ചാൽ ഇതാ നമുക്കൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. ആ അക്വേറിയത്തിൽ നമുക്ക് കുറച്ച് മീനൊക്കെ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്. അത് നല്ല സുന്ദരമായ അക്വേറിയമാണ്, നല്ല ഭംഗിയുള്ള അക്വേറിയമാണ്. ഞങ്ങൾ കുറേ ഇതുപോലെ ഫിഷൊക്കെ വാങ്ങിച്ചിട്ടതാണ്. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഫിഷൊക്കെ കുറേ നാളായിട്ടിട്ട് അപ്പോൾ ഈ അക്വേറിയം കണ്ടപ്പോൾ നമുക്ക് നിങ്ങളെയും കൂടി കാണിച്ചേക്കാമെന്ന് കരുതി. നല്ല സൂപ്പർ അക്വേറിയമാണ്. ഇതിൻ്റെ ലൈറ്റും എല്ലാം ചൈനേൻ്റെ അക്വേറിയം. അപ്പോൾ ഇത് സ്റ്റാൻഡ് ഉൾപ്പെടെയൊക്കെ കിട്ടും കൂട്ടാ, നല്ല കബോർഡൊക്കെയുള്ള സ്റ്റാൻഡൊക്കെ ഉൾപ്പെടെയുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് ഇത് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഓക്സിജൻ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം അതിൻ്റെ അകത്ത് സെറ്റായിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഒന്നും വാങ്ങിച്ച് വെക്കണ്ട. ഈ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം കിടക്കണ്ട, നല്ല കാണുമ്പോൾ നല്ല ഭംഗി കിടപ്പില്ലേ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തിന് മേലായി ആ അക്വേറിയം ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. അതിനകത്ത് ഫിഷ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഏകദേശം 1 വർഷത്തിൽ കൂടുമ്പോഴേ ക്ലീൻ ആക്കാം. കാരണം അതിനകത്ത് ഫിൽട്രേഷൻ നടക്കണതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതേ മുറ്റത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുമായിട്ട് ആദ്യം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പൂച്ച ഒരു പേർഷ്യൻ കാറ്റാണ്, എവിടെയോ വളർത്തിക്കൊണ്ട് വെച്ച കാറ്റാണ്. പക്ഷെ അത് വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആദ്യനെ ഒരു പേടിച്ച് അത് ഓടിപ്പോയി. അതിനൊന്നും സംഭവിച്ചൊന്നുമില്ല കേട്ടോ. അത് വെറുതെ ആദ്യനെ കൈ തട്ടി മാറ്റിയിട്ട് അത് അതിൻ്റെ പാട്ടിന് ഓടിപ്പോയി. പിന്നെ ഇത് വൈകുന്നേരത്തൊരു വീഡിയോ ആണ്. വൈകുന്നേരം ഇതാ ഇവിടെ എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവർ വൈകുന്നേരം നമ്മുടെ മുറ്റത്ത് തന്നെ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അപ്പുറത്ത് സ്വന്തം നമ്മുടെ ഉമ്മച്ചീൻ്റെ വീടല്ലേ, അപ്പോൾ അവിടെ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വൈകുന്നേരം ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ പിള്ളേർ കളിച്ചുകൊണ്ട് വന്നോളൂ. കാറ്റ പറഞ്ഞ അത് അങ്ങോട്ട് വെച്ച് പ്ലേ അത് ടാറ്റ പറഞ്ഞു. കുഞ്ഞിച്ചക്ക ഇതാ ഈ പ്ലാവ് കുഞ്ഞു പ്ലാവാണ്. ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടാവും. പക്ഷേ ചക്കേൻ്റെ വലിപ്പം ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. ചക്കയ്ക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചക്കയൊക്കെ തീർന്ന് ഇനി കുഞ്ഞു 2-3 ഉണ്ട പൊളിച്ച് ചക്ക മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചിലപ്പോൾ 1-2 ചോളയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇച്ചിരി വലിയ ചക്ക ഉണ്ടാവും. ഇതും തണ്ണിമത്തങ്ങ ചട്ടിക്കളത്തിരിക്കുന്നു. പിന്നെ ഇവിടെ എന്താണ് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇതാ ഇവിടെ പിള്ളേർ നല്ലൊരു കളിയും ബഹളത്തിലൊക്കെയാണ്. അവർക്ക് ഏകദേശം ഇപ്പം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അകത്തേക്ക് ലൈറ്റൊക്കെ ഇടാൻ പോകണം. കുറേ നേരം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അകത്ത് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ഇരുട്ടായി തുടങ്ങി. പിന്നെ നമുക്ക് കുറച്ച് കോഴിയൊക്കെ ഉണ്ട്, കോഴിയൊക്കെ കൂട്ടിക്കയറ്റണം. ആദ്യം പോയി നമുക്ക് വീട്ടിൽ ലൈറ്റൊക്കെ ഇടട്ടെ കേട്ടോ. ഇപ്പോൾ ഏകദേശം ബാങ്ക് വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഇരുട്ടായപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അകത്ത് ലൈറ്റും കൂട്ടി ഇട്ട വാതിലൊക്കെ തുറന്ന് അകത്ത് കണ്ട നല്ല ഇരുട്ടായി. പിന്നെ ഇനി നമുക്ക് അകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കോഴിയും താറാവൊക്കെ ഒന്ന് കയറ്റാനുണ്ട്. അപ്പോൾ അതിനെയും കൂടി കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതേ ഇവിടെ 3 താറാവാണുള്ളത്, ബാക്കി കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. കോഴിയൊക്കെ അവിടെ മേടെ അറ്റത്ത് ഇതുണ്ട്. വിശാലമായൊരു കൂടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ നാളൊക്കെ അടച്ച് വളർത്തുമായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആക്കിയാണ് ഇടുന്നത്. ഇപ്പോൾ അങ്ങനെ വളർത്തൽ കുറവാണ്, അടച്ചിടൽ കുറവാണ്. കാരണം വലിയൊരു കൂടാണ്. അതിനകത്ത് കോഴിയോ താറാവ് എന്ത് വേണമെങ്കിലും ഇടാം നമുക്ക്. പിന്നെ ഇതാ ഇവിടെ ഒരു മുയലും കുട്ടികളുണ്ട്, ഒരു മുയലുണ്ട്. ഇവിടെ 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മ പാലൊന്നും കൊടുക്കാതെ ബാക്കിയുള്ളതെല്ലാം ചത്തുപോയി. പിന്നെ ഒരു 3 എണ്ണമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഇതുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുങ്ങൾക്ക് ഇപ്പോൾ പാലൊക്കെ കുടിക്കാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടാറ്റാ, ബൈ, സി യു.